എടാ എന്റെ കീബോർഡ് അടിച്ചു പോകണം എനിക്ക് രണ്ടു മൂന്നോടെ ക്ലിക്ക് ചെയ്തിട്ടൊക്കെ നമ്മളാരെയും കാണാം. ഹലോ ഇതാരാ ഹലോ ഹലോ പറ പറ എന്താ ആരാണ് എന്താ എന്താ ഇതാരി നിങ്ങൾ ഇവരുടെ കൂടെ ഉള്ളതാണോ? ഇതാരി അറിയില്ല. ആ ഓക്കെ. പേരെന്താണ്? ഇതാരാ ഈ സംസാരിക്കുന്ന ആരാ? പേരെന്താ നിങ്ങളുടെ പേരെന്താ? ലീവ് അവരോട് ഒന്നും ചെയ്തില്ലല്ലോ നമ്മളിവിടെ. അടിക്കുന്ന എന്തിനാ? ഒന്നും ചെയ്തില്ലല്ലോ. സിറ്റുവേഷൻ ആയിക്കോട്ടെ, അടിക്കേണ്ട ആവശ്യം എന്താ? അല്ല ഒരു കാര്യം ചോദിച്ചിട്ടെ എന്തിനാ അടിക്കേണ്ട ആവശ്യം? ബ്രോ എടാ ഇതൊക്കെ ആരാടാ? തായോളിയൊക്കെ കേവി ഒന്ന് അടിച്ചിട്ട് ഉണ്ടച്ചി നോക്കണം. ഇതൊക്കെ ഏത് തായോ? ഇതൊക്കെ ആരാടാ? അവന്റെ അടുത്ത് വല്ല പറഞ്ഞായിരുന്നു നമ്മള് മയില്? എന്ത് പുണ്ണകളാ? ഇല്ലല്ല ഞാൻ സ്കോഡായോന്നാ. ഇത് ചോദിക്കുന്നില്ല കുണ്ണങ്ങള് വെറുതെ അടിച്ചിട്ട് ചുമടിക്കുന്നു അവനൊക്കെ എന്ത് കാട്ടോ കുണ്ണ കാണിച്ചറിഞ്ഞു. വെറുതെ അടിക്കട്ടോ സംസാരിക്കുന്ന സമയത്ത്. ഇത് കിളച്ച് നിക്കാണ് ഈ മറക്കുന്നത്. ഇതിനും ഞാനാണ് 3 വിക്കറ്റത്. അളിയാ ചക്ക വെമറന്നുകൊണ്ട് പൊക്കിയടാ. EMS ഇല്ല എടാ ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ കണ്ടില്ല? ഇതൊക്കെ കിളച്ചിരിക്കല്ലേ? നമ്മൾ അവിടെ എന്തേലും പറഞ്ഞ അവന്മാരുടെ അടുത്ത് എന്തേലും നമ്മൾ പറഞ്ഞു? അവന്മാരുടെ അടുത്ത് എന്തേലും ഒരു കൊണച്ച് എന്തേലും ചെയ്തായിരുന്നു? അവരെന്തൊക്കെ അറിയണ പേരറിയണം. പേര് വെച്ചു പേര് പറമ്പില്ല. ബോഡി നോക്കി ബോഡി നോക്കിട്ട് ബോഡി താഴെ ആരായാലും അടിക്കും. ഇത് ചുമ്മാ അടിക്കും. ഇവർക്ക് എന്ത് കഴച്ചിരിക്കാണ്, മുട്ടിയിരിക്കാണ് ഇവർക്ക്. എടാ കടച്ചിരിക്കാടാ ഇവന്മാർക്ക്. MRS ഉള്ളമാർക്കൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുക. അവിടെ വന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്ത അവിടെ നമ്മൾ ആരെയും അടിച്ചുപോലെ നമ്മളെ കൂട്ടത്തിൽ വല്ലവരെയും ആണോ നോക്കാൻ വേണ്ടി വന്നതാ. പേരെന്താ അവനല്ല അവൻ തിരിച്ചവന്റെ പേര് വെച്ചപ്പോ അവന് പേര് പറയാൻ പറ്റിയിട്ട് ചുമ്മാ അടിക്കുന്നത് വെറുതെ. ഓമ്പില്ല. എന്നിട്ട് കേവിടെ വലിച്ചിട്ട് കിട്ടി വായിലിട്ടിരുന്നു കണ്ടിട്ട് മാറി. എടാ മോഡ്സ് ആരെയിലുണ്ടോ? ചാറ്റ് നോക്കി കേട്ടാ പടം പറയാം. കൊണ്ടുപോകാം. അപ്പു മോനെ അപ്പു എടാ ഹലോ
എന്താ സക്ക എന്താ വല്ലതും പറഞ്ഞായിരുന്നു? എനിക്കറിയാം. ആര് എടാ വെറുതെ ചുമ്മാ അടിക്കറ കിളച്ചിരിക്കാണോ ഇവന്മാർക്ക്? എനിക്കൊരു പിങ്ക് ഡ്രസ് വെയിറ്റ് ലോലനോടി പൊക്കിട്ട് എനിക്കറിഞ്ഞു. എടാ നമ്മളെ എടാ അവന്മാരാരെയും ഒരുത്തനെ കൊന്നടാ. നമ്മുടെ കൂടുതലുള്ള ആരെങ്കിലും ആണെന്ന് വേണ്ടി ഞാനും ലോനും കൂടി അടുത്തൊന്ന് പോയി നിന്ന്. എടാ വെയിറ്റ് ലോന എടാ നമ്മളെ നമ്മുടെ കൂടുതൽ വല്ലവരാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി നോക്കാൻ പോയതാടാ. എന്നിട്ട് നമ്മുടെ കൂടുതലാണെന്ന് ചോദിച്ചപ്പോ അല്ലാന്ന് പറഞ്ഞു അവന്മാരുടെ അടുത്ത്. എന്നിട്ട് അവന് പേര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് നിന്റെ പേര് എന്താന്ന് ചോദിച്ചപ്പോ അവന് പേര് പറയാൻ പറ്റില്ല, സിറ്റുവേഷൻ ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മള് എന്താന്ന് നോക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞപ്പോഴേക്ക് വണ്ടിമേ അടിച്ചിട്ട് ലോലേനെ അടിച്ചു വന്ന് എന്നെ അങ്ങ് അടിച്ച്. MRI എന്തായാലും നോക്ക സംസാരിക്കും. ഇവനെ പിറ്റ് കൊച്ചാബിനെ അറിയാവുന്നോണ്ട് അളിയെ വീട് ഞാൻ പറഞ്ഞിട്ടാക്കാച്ചി. എന്നിട്ട് അവൻ കേൾക്കുന്നില്ല. അവന്മാര് ചുമ്മാ ഒന്ന് പുറകെ പിറ്റിട്ട് ഹോസ്റ്റ് എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഞെങ്ങുന്നില്ല. എന്നിട്ട് അവന്മാര് അടിച്ചു വന്നു തന്നെ ഒരു കാര്യമില്ലാതെ. ഇവനടിച്ചോണ്ട് ഇവനടിച്ചോട്ടപ്പോ നമ്മള് നോക്കിക്കോടുന്നു. അപ്പൊ നമ്മളെ കണ്ണൈം ചെയ്തപ്പോ നമ്മളവിടെ നോയിക്കൊണ്ടിരിക്കും. കണ്ടോ ഓ ഞാൻ വണ്ടിന്ന് ഇറങ്ങിയെന്ന് ഒന്നും ചോദിച്ചില്ല. ഞാൻ എന്താ കാര്യം ചോദിക്കുക ഇനി വെറുതെ അടിച്ചിട്ട്. സൂപ്പർ. അവന്റെ അടുത്തുനിന്ന് പോയാ എടാ വെയിറ്റ് ചെയ്ത് എനിക്കൊന്ന് സംസാരിക്കും. എടി ഇവന്മാർ കളച്ചിരിക്കാനോടാ നിനക്കൊക്കെ? വെറുതെ നിൽക്കുന്നവർക്കൊക്കെ അടിക്കാൻ നിൽക്കണോ? നീ ആര് വരാൻ പാടില്ല. കഴിവില്ലെങ്കിൽ നിർത്തി പോണം. എടാ റിപ്പയർ MRC ചുമ്മാ വന്ന് അടിച്ചിട്ട് എന്താ പറയാല്ലേ, കഴിവില്ലാത്ത കൊറേ കൊണ്ടകളുണ്ടല്ലോ സിറ്റിയില്. അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ അടിക്കല്ലോടാ നീയൊക്കെ. നീ പൊങ്ങ നീയൊക്കെ പറയടാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കേവിയിലുള്ള ആരാന്ന് തോന്നുന്നു ഇവിടെ ഇവന്മാര് അവനടിക്കുക. കേവിയിലുള്ള ഒരുത്തന്നെ നമ്മൾ അടുത്ത് വന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആരാന്ന് വിചാരിച്ചിട്ട് നോക്കാൻ വേണ്ടി വന്നതാ. നോക്കാൻ വേണ്ടി വന്നപ്പോ ഇവന് നമ്മുടെ കൂടുതലാണ് ആണ് ചോദിച്ചു. ഒരു മിനിറ്റ്, നമ്മുടെ കൂട്ടത്തിലുള്ള ആരാണ് ചോദിച്ചത് നമ്മൾ അല്ലാന്ന് പറഞ്ഞ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആരാണ് ചോദിച്ചത് നമ്മൾ അല്ലാന്ന് പറഞ്ഞ്. ഇവ എൻ്റെ അടുത്ത് പേര് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിന്റെ പേര് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവന് പറയാൻ പറ്റിയില്ല, ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു സിറ്റുവേഷൻ ആണ് ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനും ലീവ്, ഞാൻ അവിടെ എന്താന്ന് വേണ്ടി നോക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവൻ വണ്ടിമിക്കിട്ട് അടിച്ച് ലോലേനെ അങ്ങ് അടിച്ചു വന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പുറത്തിറങ്ങി. എൻ്റെ അടുത്ത് പുറത്തിറങ്ങാൻ പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി ചെയ്ത് ഇവന്മാരും മറ്റേ എല്ലാവരും കൂടിയിട്ട് പേടിയേക്കിന്. വലിയ പ്രശ്നമാണ് ഇതൊക്കെ. ഇല്ല എനിക്ക് വേണേ ഇടിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഒന്നും പോകത്തില്ലടാ ഇപ്പൊ. എടാ ഒന്ന് സംസാരിച്ചിട്ട് ബാക്കി നിങ്ങൾ കണ്ടിന്യൂ. ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഇനി സംസാരമൊന്നുമില്ല. സംസാരിക്കണടാ എന്നിട്ട് ലീവ് ചെയ്യാം. ഏതാ പൊളി ബട്ട് ആരാന്ന് അറിയത്തില്ല. ആരെങ്കിലൊക്കെ കൊണ്ടുപോവാൻ നോക്കട്ടെ.
ഞാൻ ഇതാണെടാ ഞാൻ തല്ല ആ തല്ല കുഴപ്പമില്ല നിങ്ങൾ ഒരാളെ അതിനകത്ത് ആരാച്ച കൊണ്ടുപോയിക്കോ ഞങ്ങൾ എന്നിട്ട് സംസാരിക്കാം എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ സംസാരിച്ചോളാം. ഓക്കെ എടാ നമുക്ക് ആരെങ്കിലും ഒരാളുടെ അടുത്ത് കൊണ്ടുപോകും ഹോസ്റ്റേ ബാക്കിയുള്ളവരുടെ അടുത്ത് കേവി സംസാരിച്ചോളൂ. എടാ ആർക്കാണ് ഹോസ്റ്റേ ആവാൻ താല്പര്യമുള്ളവരെ ഒന്ന് കൈ ഒന്ന് പൊന്തിച്ചേ. ഇവനാണല്ലേ ഇവനെ കൊണ്ടുപോവാ. ഇവൻ കൈ പൊന്തിച്ചിട്ടുണ്ട്. ആ നിനക്കാണോ പോണ്ടേ? രണ്ടുപേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടുപേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവനെ കൊണ്ടുപോവാ. മഞ്ഞാണ്ടീനെ കൊണ്ടുപോവാ. മഞ്ഞാണ്ടി കുറച്ച് ഇവനെ കൊണ്ടുപോവാ. ഇവനെ ഞാൻ മാറ്റി അങ്ങനെയല്ല മാർക്കിട്ട ഇവനുണ്ട് ഒന്നുകൂടി മാറ്റിടാം. എടാ ഇവനാണ് കൊണ്ടുപോണേ കൺഫേമേ. ഞാൻ തെരഞ്ഞെടുത്ത് ഞാൻ വട്ടത്തിൽ പേരെന്താന്ന് അറിയില്ല. മറ്റേ വെള്ളം പൊടിയില്ലേ മാറ്റിയിട്ടില്ല. അല്ലടാ കേവിക്ക് സംസാരിക്കുന്ന പറഞ്ഞ ബാക്കിയുള്ളവരടുത്ത്. എടാ നമുക്ക് ഒരാളെ ഓശയാക്കി കൊണ്ടുപോവാം. ബാക്കിയുള്ളവര് കേവി എന്താന്ന് ചെയ്തോട്ടെ. സംസാരിക്കാൻ കിട്ടിയാലേ മതി സിറ്റുവേഷൻ അവർ ലീവ് ചെയ്യാന്ന് പറഞ്ഞു. അതാ പറഞ്ഞതാടാ ഞാൻ ഇവനെ ഒരുത്തനെ ഓശയാക്കി കൊണ്ടുപോവാം. സംസാരിക്കണം പൊങ്ങുമ്പോ എന്നിട്ട് അവര് ലീവ് ചെയ്യുക. ബാക്കിയുള്ളവരെ നമ്മൾ എന്താ ചെയ്തോളാൻ പറഞ്ഞു. അവര് ലീവ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഒരാളെ മാറ്റി നിർത്തിണ്ട്. ആ ലോങ്ങിത്തത് അവനെ ഞാൻ എടാ നിങ്ങക്ക് വേണ്ടി പറഞ്ഞു ആർക്കൊക്കെ ഹോസ്റ്റാക്കാൻ താല്പര്യം കൈമൊന്തിക്കാൻ പറഞ്ഞു. കൈമൊന്തിക്കുക അവര് പേര് പറയാത്തതിനുണ്ടെങ്കിൽ ഇന്ന് പേര് പറയണമാർക്ക് അടി കൊടുക്കില്ലടാ. എന്താണ് ഇത് ശരിയില്ല. ചാറ്റ് നമുക്ക് ചാറ്റ് വേറെ ഒന്നും വേണ്ട. നമുക്ക് സെറ്റ് ചെയ്യാം. എന്താടാ ഇത് ശരിയാവില്ലല്ലോ ഇങ്ങനെ ഭയങ്കര എന്തും ഇതൊക്കെ കടപ്പടാടാ സിറ്റിയുള്ളവർക്കൊക്കെ. അതുകൊണ്ട് എടാ അണ്ണനൊന്ന് പിക്കോടാ ആരെങ്കിലും. വലിയ പോലെ ഞാന് സിറ്റി കയറി ഇറങ്ങിയാണല്ലോ നോക്കുമ്പോ എടാ വെറുതെ നിന്ന് ഞാൻ പറയാം ഞാൻ റേഡിയോ പറയാം. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇതാരാടാ? അണ്ണാ കേക്കുന്നുണ്ടോ? ഞാൻ ലോലം കൂടി ചുമ്മാ ഇങ്ങനെ വണ്ടി കറങ്ങിയായിരുന്നു. അപ്പൊ റിപ്പയറിന്റെ അവിടെ റിപ്പയർ കഴിഞ്ഞ ഓഷന് പോണ വഴിക്ക് അത് തോന്നുന്നു MR സൈഡാന്നാ പറഞ്ഞ. MR സൈഡിലുള്ള ഒരു കേവയിലുള്ള ഒരുത്തനെ ഇങ്ങനെ ഗണ്ണേമി ഇതിൽ അടിച്ചു കൊന്ന്. അപ്പൊ ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള വല്ലവരാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊല്ലാണെന്ന് വിചാരിച്ചു ഞാൻ അടുത്ത് വെറുതെ പോയി നിന്ന്. ആ ബോഡിയുടെ അടുത്ത് പോയില്ല. വണ്ടിയില് നമ്മള് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മളൊന്നും മിണ്ടിയില്ല. എന്നിട്ട് അവന്മാരും ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു വിട്ടെ. നമ്മുടെ കൂട്ടത്തിലല്ലാന്ന് പറഞ്ഞു വിട്ടെ. അത് കഴിഞ്ഞിട്ട് അവൻ വന്ന് ചോദിച്ച് നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിച്ചാൽ എന്നാൽ നിന്റെ പേരെന്താന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ പേര് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ സിറ്റുവേഷൻ ആണ് ബ്രോ ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം എന്തെങ്കിലും ലീവ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ ഡയറക്റ്റ് വണ്ടിമേക്ക് ഇട്ട് അടിച്ചിട്ട് ലോലേനെ അങ്ങ് അടിച്ചു വന്ന്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് വണ്ടിന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് വണ്ടിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഞാൻ വണ്ടിന്ന് പുറത്തിറങ്ങി എല്ലാരും കൂടി പിന്നെ വിളിച്ചു. പൊങ്ങിട്ട് ഒരുത്തനെ മാറ്റിയിട്ടുണ്ട്. റിപ്പയർ എടാ നിങ്ങള് കേവിലുള്ള ആരെങ്കിലും ഒന്ന് മാറ്റി കൊണ്ടേയില്ലടാ. സംസാരിച്ച ആരാന്ന് അറിയത്തില്ല. ബട്ട് ഇവിടെ ഒരുത്തനെ മാറ്റി ഇട്ടുണ്ട് ഞാൻ ഇവിടെ ഹോസ്റ്റ് ആക്കാൻ വേണ്ടിട്ട്. ആരാ സംസാരിച്ചെന്ന് അറിയത്തില്ല. ബട്ട് ഇവിടെ ദിവനെ ഹോസ്റ്റ് ആക്കാൻ വേണ്ടി ഇവനെ ഹോസ്റ്റ് ആക്കാം മൊങ്ങിട്ട്.
യവന്മാരുടെ സിറ്റിയിലെ ഗുണ്ട നിന്റെ അടുത്ത് പേര് പറയല്ല, നീ അടിച്ചിടുവോ? നീ ഏതാ തീട്ട കണ്ടി? നിന്നെ ഞാൻ പേര് എഴുതി പഠിപ്പിക്കാം. നിന്നെ ആരുടെ പേര് എഴുതാൻ നിന്റെ പടത്തില്ല കണ്ടി. നിന്നെ ഞാൻ കാണിച്ചു തരാം. നീ പേര് പറഞ്ഞില്ല, നീ എന്താ മറ്റേ നീ ആരെന്ന് അറിഞ്ഞില്ലേ? നിനക്ക് നിന്റെ അടുത്ത് പേര് ബോധിപ്പിക്കണം. നിന്റെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ അടിക്കുക. നീ കാര്യം സെറ്റിയില്ലയോ ഇമാരി നിന്ന് കഴിഞ്ഞാൽ അടിക്കുക. പറ ആരാ പറയണേ? നിന്റെയൊക്കെ പേര് വെച്ച് നീ പറഞ്ഞ അടിയാ. നമുക്കൊരു 100 വട്ടം പേര് എഴുതിപ്പിക്കാം. ഇവൻ 100 വട്ടം പേര് പറഞ്ഞിട്ട് പോയാൽ ഇവൻ 100 വട്ടം പേര് പറഞ്ഞിട്ട് പോയാൽ മതി. രാജാവാണ് സിറ്റിയിലെ. നമുക്ക് പേര് പറഞ്ഞു കൊള്ളാലോ. പറ പോയി. ഇതെന്നാ പ്രശ്നം എന്താണ്? ഞാനിപ്പോ വന്നോളല്ലോ. ഇപ്പൊ സിറ്റിയിൽ കുറെ ഗുണ്ട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പേര് പറഞ്ഞില്ലെങ്കിൽ അടിച്ചല്ലോ. പേര് പറഞ്ഞില്ല ഡയറക്റ്റ് അടി. ഡയറക്റ്റ് അടി. പേര് പഠിപ്പിക്കുക. എല്ലാവരുടെ പേര് പഠിപ്പിച്ചിട്ട് ഇവിടെ ഹലോ ബ്രോ പറഞ്ഞ പറ. ഹലോ നീ ഒന്നിങ്ങോട്ടൊന്നേ. ഹലോ ബ്രോ. എടാ അവൻ പൊങ്ങിയടാ. പേരെന്താ? അല്ല എന്ന് പറയണ്ട. ഈ അടി നമുക്ക് എല്ലാരും എടാ നിങ്ങളെല്ലാരും ആളെ കിട്ടി. ഇനി ഇവരെ മറ്റേ കേവിക്ക് കേട്ടോ. നമുക്ക് ഹോസ്റ്റ് കിട്ടി. എല്ലാരും വണ്ടി എല്ലാം എടാ നമ്മുടെ ഹോസ്റ്റേജ് കിട്ടി. എല്ലാരും വരണം. ബാക്കി മറ്റേ കേവി ചെയ്തു. ഇത് കൊച്ചാപ്പി. എന്താ ബ്രോ വെറുതെ നിൽക്കുന്നവരൊക്കെ അടിക്കുന്നേ? ഹലോ ബ്രോ. എന്താ ബ്രോ വെറുതെ നിൽക്കുന്നവരൊക്കെ അടിക്കുന്നേ? എക്സ്പ്ലെയിൻ ചെയ്യാം. എടാ എല്ലാരും ഗ്യാങ്ഹൗസോടെ. നമ്മള് ഗ്യാങ്ഹൗസിലെത്തിയേ. അവന് എടുത്തിട്ടുണ്ട്. നമ്മള് ഗ്യാങ്ഹൗസ് എത്തിയ ഹോസ്റ്റൽ നമ്മുടെ കയ്യിലുണ്ട്. എടാ വന്നാടല്ലോ. എല്ലാരും വന്നാ? ലോലം കൂടി പറയാം. എടാ ലോല വന്നാടാ. അവനോട് നമുക്ക് ഇവിടെ ബാക്കിലോട്ട് പോയാലേ. ഹലോ ബ്രോ. ഹലോ അണ്ണാ നമുക്ക് ഇവിടെ നിർത്തണ? ബാക്കിൽ നിർത്തണ? ബ്രോ ഹലോ കേക്കുന്നുണ്ടോ? പൊട്ടനാണോടാ നീ? ചേടാ ഇങ്ങനെ പോയോ? പൂവല്ലേ ഇങ്ങോട്ട് വാ. അവിടെ പറഞ്ഞത് മതി. ഇനി ഇവിടെ പറയാം. ബാ. ഹലോ കൊച്ചപ്പി ബ്രോ ഒന്ന് വരൂ ബ്രോ. കൊച്ചപ്പി ബ്രോ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അത് കൂടും. അവന്റെ പേര് പറഞ്ഞപ്പോ കൊച്ചപ്പി എന്ന് പറഞ്ഞടാ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബാക്കിൽ പോയിട്ട് എല്ലാം. ബ്രോ ഇങ്ങനെ നിക്കാൻ പാടില്ലല്ലോ. നീ സംസാരിച്ചു തുടങ്ങിയ ടൈം കാൽക്കുലേറ്റ് ആവത്തില്ല കേട്ടാ. ഇവനെന്താ വാർക്കൂലേ? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞു വരട്ടെ അവരുടെ എല്ലാം കഴിഞ്ഞു വരട്ടെ. ബ്രോ അവിടെ കൊച്ചപ്പി അവൻ പേര് പറഞ്ഞ അങ്ങനെയാടാ. ഇത് നീ ഇവിടെ പേര് എന്താടാ ഇത്ര പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് വന്നാടാ? തുടിപ്പാണല്ലോ. നിനക്ക് പേര് പറയാൻ വയ്യേ? ഹലോ എടാ ഒന്ന് മൊഴിയാടാ എന്തെങ്കിലും. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. വരുമില്ലേ നോക്കല്ല. എടാ അദൃശ്യ ശക്തികൾ ഉണ്ടെങ്കിൽ
പഴകൂട്ടല്ല. എന്താടോ ഒന്ന് അനങ്ങിയെങ്കിലും ചെയ്യടാ വാ. ഇപ്പൊ ഇതാവും ഇപ്പൊ ക്രാഷ് ആവും. NPC-ലേക്ക് മാറിയവൻ. ഇല്ല അവിടുന്ന് വരുമ്പോഴാ നമ്മളോട് പേര് പറഞ്ഞു. ഇവിടെ കേറി ഇരുന്നിട്ട് മിണ്ടായിരിക്കുന്നോ? എടാ അവിടുന്ന് പറഞ്ഞാലേ വേണ്ടത്തുള്ളൂടാ. അതുവരെ ഇങ്ങനെ വെയിറ്റ്. ഇവന്മാർക്ക് സസ്പെൻഷൻ ആട്ടോ MR7-ന്. ആ ഗ്യാങ് നെയിം അവൻ ചോദിച്ചോ അവൻ എന്താ പറയുക. ഹലോ ഹലോ പറയടി. ആ സിറ്റുവേഷൻ ഞാൻ വിളിക്കാം. ഹലോ ബ്രോ ഇവ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഗ്യാങ് ഹൗസ് ബ്രോ പ്ലീസ് ബ്രോ ഒന്ന് വഴി ബ്രോ. ഇതാണ് ദൈവം പറഞ്ഞിട്ട് പോലും നിനക്കൊരു ഇതില്ലല്ലോടാ. ദൈവത്തിനൊരു വില കൊടുക്കടാ. എന്താടാ കൊച്ചപ്പി. പുറത്ത് ഉപദേശം കേട്ടിട്ട് നീ സാറ് അതാ ഉപദേശം കേൾക്കാടാ. ഇങ്ങനെ അങ്ങനെ പറയില്ല. ഇതേ കൊച്ചപ്പിന്നൊക്കെ പേരിട്ട് തോന്നണ. അവന്റെ അടുത്ത് പേര് വെച്ചു. എന്റെ പേര് കൊച്ചപ്പി. മറ്റേ ചോക്കോബർ ഐസ്ക്രീം എല്ലാം രണ്ട് കളർ നിനക്ക് സിറ്റിക്കകത്ത് മറ്റേ ആൾക്കാർ നിന്റെ കൂടെ ഇതേപോലത്തെ നിന്നെ പോലെ 3 മണ്ണ കൂടെ ഉണ്ടായാലേ നീ സംസാരിക്കുള്ളൂ. എന്നാ 3 മണ്ണോടെ ഞങ്ങളോട് കൊണ്ടുവരട്ടോ. എക്സ്ചേഞ്ചിന്റെ ഒരു പണി. പിന്നെ അത് ഒരാളെല്ലാം എടുക്കാൻ. ഞാനൊരു തന്നെ കൊന്നു വിട്ടേട്ടാ പേര് പറഞ്ഞേന്. ഇവൻ മാത്രം ഉള്ളായിരുന്നാണ് അവിടെ. നീ പേര് പറഞ്ഞിട്ട് എന്റെ ഗ്രൂപ്പിലാണോടാ കൊച്ചപ്പി. നീ അവനെ കൊന്നേ. അവന്റെ പേര് അവന്റെ പേര് എന്താ കരിമീൻ കൂടെ ചാർലി എന്ന് പറഞ്ഞപ്പോലെ ഇവൻ കൊന്നു. ആ ചാർലിന്റെ അവനെ കൊന്നു. കറക്റ്റ് വെടിവെക്കാൻ മാത്രം അനങ്ങുള്ള വായൊന്നും അനങ്ങൂല. ബ്രോ എന്താണ് ബ്രോ അത്? ഗണ്ണേമിലായോണ്ട് ദൈവം വന്ന് ചോദിക്കും എവിടെ വരെ പോയി. ടൈം കൂട്ടി ഇത്ര നേരം വേണ്ടാണ്ടിരിക്കില്ലേ. പിന്നെ എവിടെ പോയി ഇത്ര നേരം എവിടെ പോയി ബ്രോ? കയറ്റി വെച്ചേക്കുവായിരുന്നു എത്ര നേരം ഫാമിലി ആണോ? ഫാമിലി മെമ്പർ ആണോ? അല്ല. വെറുതെ സിറ്റി പോണം. നീ സിറ്റിസൺ ആണെങ്കിലേ നീ സിറ്റിസന്റെ രീതിയിൽ നടക്കണം സിറ്റി, മനസ്സിലായ? അല്ലാതെ ഇവിടെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് നീ മെസ്സിറക്കാൻ നിൽക്കരുത്. ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തും. അല്ലല്ല നിന്നോട് പേര് ബോധിപ്പിക്കാൻ നീ ആരാടാ? നിന്നോട് പേര് കൂടുതലൊന്നും നീ കണ്ടിട്ട് കത്തിച്ചു വിട്. ചത്ത് പോയല്ലോ മച്ചു. അപ്പിയായി പോയി ഇപ്പൊ. കണ്ടിയൊന്നും ഇതാക്കണ്ട കൂടുതലൊന്നും. വാള് പോയി കത്തി വന്നു. ഐടി പോയി ഇനി എന്തൊക്കെ വരുമോ? അയ്യോ അതെ പിടിച്ചിരിക്കലാണ്. കത്തൂല്ലടാ. ആള് പോയി കത്തി വന്നു. കൊച്ചപ്പിന്ന് കൊച്ചുവാണെന്ന് പേരിട്ട് പോകും. ഇതൊക്കെ ആൾക്കാരടാ. അല്ല അതോലെ ആരാ ഷോ അവനെ കൊണ്ടുവന്നു. തോട്ടിലാണോ അതിന് ആർക്കറിയാം? കരിമീനൊക്കെ എല്ലാം കഴിയും വെച്ചിട്ട് കഴിഞ്ഞല്ലേ വണ്ടിയില്ലാത്ത ടൈം ഔട്ട് വേണമെന്നല്ലോ.